ഈ സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. താങ്കൾ ഈ മുമ്പിലൊക്കെ പിണറായി സ്റ്റാലിൻ വഴി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ ഒരു സ്റ്റാലിനെ കണ്ടിട്ട് ഇറങ്ങിയല്ല ഇതിന്. അങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എൻ്റെ മൂവ്മെൻ്റ് ആയിട്ട് പോവും. അതിൽ ഒരു തർക്കമില്ല. ആരെവിടെ തടുത്താലും അടുത്ത വാതിൽ എനിക്ക് തുറക്കും, എനിക്കറിയാം. അല്ലെങ്കിൽ നമ്മളെ തുറപ്പിക്കും. ഇല്ലെങ്കിൽ ഈ അടഞ്ഞു കിടക്കുന്ന വാതിൽ ഈ ജനത്തിനെയും കൂട്ടിയിട്ട് ഞാൻ പോരാട്ടം തുടരും. അതിലൊന്നും പി വി അൻവറിന് ഒരു മടിയില്ല, ഒരു ബേജാറുമില്ല. കാരണം എനിക്ക് ഇതിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഷെയ്ക്കാവും. എനിക്കതൊരു കാലിച്ചായൻ്റെ ഉദ്ദേശം ഇതിലില്ലാത്തടത്തോളം കാലം. ഇപ്പം മഞ്ചേരി ഇന്നത്തെ പരിപാടി നടക്കുക, എനിക്ക് കടം ഇല്ലെങ്കിൽ തന്നെ കടത്തിൻ്റെ മുകളിൽ അടുത്ത കടം കയറുകയാണ്. ഒരു 10 സെന്റ് വിൽക്കാമെന്ന് വിചാരിച്ചാൽ യാതൊരു മാർഗ്ഗമില്ല. എല്ലാത്തിലും കൊടുത്തിട്ട് മിച്ചഭൂമിയാണ് കേസിട്ട് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 4 വഴിക്കും എന്നെ ലോക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഈ എന്താ പറയുക ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പം 7 കൊല്ലമായി നിങ്ങളൊക്കെ പാടെ പൂട്ടിച്ച പാർക്ക് സുപ്രീം കോടതി വരെ പോയിട്ട് അതിപ്പോൾ തുറക്കാനുള്ള ഓർഡർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്ന് സർവേ നടത്തി ഇത് ഡിസാസ്റ്ററിലല്ല എന്ന് ഒഫീഷ്യലി അവർ അത് സർട്ടിഫൈ ചെയ്ത് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ആ ഫയല് കൈമാറി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ CM-ൻ്റെ അണ്ടറിലായതുകൊണ്ട് CM-ൻ്റെ ഇനീഷ്യൽ വേണം. ആ സാധനം അദ്ദേഹത്തിന് മേശപ്പുറത്ത് കിടക്കുകയാണ്. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വന്നാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇനി അത് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഗവൺമെൻറ്റിൽ അത് ഒപ്പിടുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് CPM-ന് വേണ്ടിയിട്ട് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എത്ര ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്കറിയാലോ. കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരാൾക്കും ഉന്നയിക്കാൻ കഴിയാത്ത ഒരാളും ഉണ്ടല്ലോ. ഇപ്പോൾ വലിയ പാർട്ടി സ്നേഹം പറയുന്ന 10-7 ഉണ്ടല്ലോ അവിടെ. ഈ പ്രതിപക്ഷത്തിനെതിരെ കാതലായ വിഷയങ്ങൾ വരുമ്പം മെല്ലെ മെല്ലെ ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് 4 വർത്താനം പറയാനുള്ള സീരിയസ് ആയി പറഞ്ഞ ഒരു നേതാവിനെ അവിടെ കാണിച്ചു തരുമോ നിയമസഭയിൽ ഒരാളുണ്ടോ? കാരണം എന്താ? ഇതൊക്കെ സോപ്പിങ്ങാണ്. ഇതിൽ കുറേ നെക്സസ് ഈ പറഞ്ഞതുപോലെ. അപ്പോഴും അവിടെ രക്തസാക്ഷി ആരാ? പി വി അൻവർ. ഇപ്പം ഈ സാധാരണ ഈ സഖാക്കൾക്ക് വേണ്ടി പറഞ്ഞപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കി. എന്നിട്ട് പാർട്ടി ഇതെന്ത് പാർട്ടിയത്? ഇതെന്ത് പാർട്ടിയാണ്? കണ്ണൂരിൽ ഞാൻ പറയട്ടെ, കണ്ണൂരിൽ കഴിഞ്ഞ 3 വർഷം 4 വർഷത്തിനിടക്ക് RSS BJP സംഘടനത്തിൽ എല്ലാ കേസുകളും BJP പ്രവർത്തകർ പ്രതികളായിട്ട് എല്ലാ കേസും വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നാലോ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളായിട്ടുള്ള മുഴുവൻ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇതെൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ആ കണ്ണൂരിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ നേരിൽ വന്ന് കണ്ടും എൻ്റെ ടീമിനെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഖാക്കളെടുത്തുള്ള വിവരമാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പം ഇതാ പറയുന്നത്. ഇതെല്ലാം സഖാക്കൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നു. ഇനി അവർ തീരുമാനിക്കട്ടെ എന്ന്. അല്ല പൊന്ന സുഹൃത്ത്, അതിപ്പോൾ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. അല്ല, മകന് എന്താ വെച്ചാൽ ഞാൻ മിനിയാന്ന് എനിക്ക് പോകാനൊരു മാർഗം അറിയാലോ. ഇന്നലെ തന്നെ നിവൃത്തിയില്ലാതെ പോയതാ. അപ്പോൾ നമ്മുടെ ഈ പ്രപ്പോസൽ കൊടുത്ത് ഇവിടെ വിശ്വസിച്ച ആളെ കൊടുത്തിട്ട് നമുക്ക് ആരുമില്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് ചായ ഉണ്ടായി തരുന്ന ഭാര്യയാണ്, പിന്നെ ഞാനും മകൻ. ഇതാണ് പോരാട്ടം. അപ്പൊ അതിന് വിട്ടാ അതിന്റെ പണി കഴിഞ്ഞാൽ അവൻ പോണേലേ പോകും. താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ എന്താണ്, എത്രത്തോളം ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതൊക്കെ ഈ DMK നേതാക്കൾക്ക് ഒരു ബോധ്യം ഉണ്ടല്ലോ അല്ലെ? അല്ല, അവരിപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ 1.5 മാസമായിട്ടുള്ള ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും ക്രോണിക്കിളും ഒക്കെ ഇത് സ്ഥിരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വരുന്ന പോലെ റിപ്പോർട്ട് വരുന്നുണ്ട്. അവരിതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവരുടെ ഇന്റലിജൻസ് അന്വേഷിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഈ കരിപ്പൂരിലെ ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ച വിഷയത്തിൻ്റെ ബേസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്ത 2 ആൾക്കാർക്കാ. അതാരാ? ആരാന്ന്? ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ ആരാ? അല്ല, ശശി പോട്ടെ, ശശി ഇതിലെ പ്രതിയല്ലേ. ഗോവിന്ദ മാഷ്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്കും കംപ്ലീറ്റ് മനസ്സിലായി. ഇതൊന്നും മനസ്സിലാത്ത 2 ആള്.